In the still of the night, I think of you. My heart beats with every thought of you. Two of my very closest friends got married to each other. അതിൻ്റെ സന്തോഷമാണ് നിങ്ങളിപ്പോൾ എൻ്റെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഥ തുടങ്ങുന്നത് ഇപ്പോൾ ഒന്നല്ല, 2014. ഈ വ്ളോഗ് ഞാൻ എടുക്കാനുള്ള ആക്ച്വലി 3 reasons ഉണ്ട്. ഫസ്റ്റ് വൺ, ഓബ്വിയസ്ലി മൈ ഫ്രണ്ട്സ് ആർ ഗെറ്റിംഗ് മാരീഡ്. ബാക്കി ഞാൻ വഴിയെ പറയാം. ആദ്യം തന്നെ നമ്മൾ പോകുന്ന വഴി ഫുഡ് കഴിക്കാനായിട്ട് കയറി. രാവിലെ തന്നെയാണ് ഇറങ്ങിയത്. 3-4 days ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര ലോങ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന്. പക്ഷേ ഞാൻ വിചാരിച്ച മാതിരി കാര്യങ്ങളൊന്നും നടന്നില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ആക്ച്വലി ഇതുപോലത്തെ വ്ളോഗ്സ് എങ്ങനെ ഷൂട്ട് ചെയ്യുന്ന പോലെ അറിയത്തില്ല. ഇഫ് യു നോ മീ, എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ കൂടുതൽ ഞാൻ മീൽ പ്രെപ്പ് വീഡിയോസാണ് ചെയ്യുന്നത്. ബട്ട് ഐ വോണ്ട് ടു ഡോക്യുമെൻറ്റ് ദീസ് 4 days ഓഫ് മൈ ലൈഫ്. എൻ്റെ ഈ ഒരു ഇയറിൽ ഞാൻ ഭയങ്കര വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വെഡിങ് ആയിരുന്നു. ഇവർ രണ്ടുപേരും എനിക്ക് ലാസ്റ്റ് 1 decade ആയിട്ട് അറിയാം. ഞാൻ MBA പഠിച്ച സമയത്ത് NIT എൻ്റെ ഒപ്പം ഉള്ള 2 പേരായിരുന്നു. ആൻഡ് ദ ബ്രൈഡ് അയന വാസ് മൈ റൂംമേറ്റ്. ആൻഡ് നീൽ, അവർ രണ്ടുപേരും എൻ്റെ ഭയങ്കര ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ്. അപ്പം വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ കല്യാണം നടക്കാനുള്ള വൺ ഓഫ് ദ മെയിൻ ഫസ്റ്റ് റീസൺ ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ദിസ് ഈസ് സംതിങ് വെരി സ്പെഷ്യൽ ടു മീ. അതുകൊണ്ട് എനിക്കിത് ഡോക്യുമെൻ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതാണ് ചെയ്തത്. ദിസ് ഇസ് ദ സെക്കൻഡ് റീസൺ. തേർഡ് റീസൺ ലാസ്റ്റിൽ വരുന്നുണ്ട്. നമ്മൾ ആക്ച്വലി കോഴിക്കോട് നിന്ന് വിട്ടിട്ട് ഒരു ഉച്ച ആയപ്പോഴത്തേക്ക് എറണാകുളത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോയി, പിന്നെ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന അവിടെ പോയതാണ്. ഫ്രണ്ട്സ് എല്ലാവരും, ഞങ്ങളായിരുന്നു ആദ്യം എത്തിയത്. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും വൈകിട്ടായപ്പോൾ വന്നു. ഈവനിങ് ഒരു പ്രീ വെഡിങ് ഫംഗ്ഷൻ ഉണ്ട്. 2 പേരുടെ വീട്ടിലുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ബ്രൈഡിൻ്റെ വീട്ടിൽ പോകാൻ പറ്റിയില്ല. ഞാൻ എറണാകുളത്ത് നിന്നതുകൊണ്ട് ഐ വെൻറ്റ് ടു ദ ഗ്രൂം പ്ലേസ്. നീലിൻ്റെ വീട്ടിലായിരുന്നു പോയത്. അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ താമസിച്ചത് Airbnb-യിലായിരുന്നു. വിച്ച് വാസ് ഫൺ, വിച്ച് വാസ് സൂപ്പർ ഓസം. ആ സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പം അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസ് ഒക്കെ എടുക്കാൻ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ബട്ട് സ്റ്റിൽ ഞാൻ ട്രൈ ചെയ്തു. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇത് വേർട്ടിക്കലായിട്ട് എന്തുകൊണ്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ റീൽ മാതിരി എടുക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ എന്തൊക്കെ നോക്കിയാലും എനിക്കിത് 3 minutesനുള്ളിൽ ഒതുക്കാൻ പറ്റൂല എന്ന് എനിക്കറിയാം. ഞാൻ മാക്സിമം എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് കിട്ടിയത്. സോ വി വർ വെയിറ്റിംഗ് ഫോർ അവർ ഫ്രണ്ട് അജയ്. അവൻ എത്താൻ ഒരുപാട് ലേറ്റായി, അവൻ്റെ ഫ്ലൈറ്റ് വരാനും. പിന്നെ ഒബ്വിയസ്ലി അത് തേഴ്സ്ഡേ നൈറ്റ് ആയിരുന്നു. അപ്പോൾ ഭയങ്കര ബ്ലോക്കായിരുന്നു ആ ഭാഗത്ത്. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ഫോട്ടോ സെഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഇതിൻ്റെ ഫോട്ടോസ് ഐ വിൽ ബി അപ്ലോഡിങ് ഇറ്റ് ഓൺ മൈ ഇൻസ്റ്റ പേജ്. മേ ബി ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫംഗ്ഷനിൽ പോയി. അവിടെ വെച്ച് ഒരു പരിപാടിയും നടന്നില്ല. ബിക്കോസ് മോള് സമ്മതിച്ചില്ലായിരുന്നു. ഫുൾ കരച്ചിലും ഒക്കെ ഉറക്കം വന്നിട്ട് ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഇതിനകത്ത് എന്തായാലും വന്നിട്ടില്ല. ദെൻ നെക്സ്റ്റ് ഡേ ഫുൾ ഫ്രീ ആയിരുന്നു ഞങ്ങൾ. ആക്ച്വലി വെള്ളിയാഴ്ച ആയിരുന്നു. അപ്പോൾ ജുമാ കഴിഞ്ഞിട്ട് നേരെ വിട്ടത് ലുലു ഹൈപ്പറിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ വാങ്ങി ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മോളെ കൊണ്ട് അവിടെ കളിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു കിഡ്സ് ഏരിയയിൽ, കിഡ്സ് ഫൺ സോണിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വിച്ച് വാസ് ഓസം. അടിപൊളിയായിരുന്നു. നമ്മുടെ ഇവിടെ എന്താ പറയുക, കണ്ണൂർ കാലിക്കറ്റിലൊന്നും ഇത്ര ലുലുവിലുള്ള മാതിരി ഇത്രയും വലിയ സംഭവങ്ങൾ ഒബ്വിയസ്ലി ഇല്ല. അപ്പം ഇത് കണ്ടപ്പോൾ ഷി വാസ് വെരി മച്ച് എക്സൈറ്റഡ്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. ബിക്കോസ് അന്നത്തെ ദിവസം ഒരു പരിപാടി ഇല്ലായിരുന്നു. നെക്സ്റ്റ് ഡേ ആണ് ക്രിസ്ത്യൻ വെഡിങ് വരുന്നത്. പിന്നെ അതിന് നെക്സ്റ്റ് ഡേ ടെമ്പിൾ വെഡിങ് ആൻഡ് റിസപ്ഷൻ. ഇനി നമുക്ക് ക്രിസ്ത്യൻ വെഡിങ്ങിലെ കുറച്ച് സീൻസ് ഒക്കെ കണ്ടാലോ. Colors and
അങ്ങനെ വെഡിങ് കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ച് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പുറത്ത് മീറ്റ് ചെയ്ത് കുറച്ച് കറങ്ങി ലുലുവിലേക്ക് പോയി. യു സോ മച്ച് എക്സൈറ്റഡ് ബിക്കോസ് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ചിലരെ ഞാൻ കണ്ടത്. ആൻഡ് നെക്സ്റ്റ് ഡേ ആയിരുന്നു ടെമ്പിൾ വെഡ്ഡിങ്ങും പിന്നെ മെയിൻ റിസപ്ഷനും വരുന്നത്. എന്താ പറയുക, ഞാൻ ഒരു റീസൺ കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ആദ്യമായിട്ടാണ് ഞാൻ ആങ്കറിങ് ചെയ്യുന്നത് അവരുടെ വെഡ്ഡിങ്ങിൽ. ലൈക്ക് ഒരു 10 to 15 minutes ആയിരുന്നു, ബട്ട് ഐ വാസ് സോ മച്ച് എക്സൈറ്റഡ് ആൻഡ് നെർവസ്. അതുകൊണ്ട് എനിക്ക് വ്ളോഗ് ഒന്നും അന്ന് എടുക്കാൻ പറ്റിയില്ല. സോ ദാറ്റ് വാസ് ദാറ്റ്. എനിക്കറിയില്ല ഞാൻ വിചാരിച്ച പോലെ ഈ വ്ളോഗ് എനിക്ക് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഇൻപുട്ട് കിട്ടുമോ എന്ന്. ബട്ട് ഐ വോണ്ട് ടു be this vlog in my YouTube and my Instagram. So hope you like this and I wish them all the best. Thank you for watching. See you in another meal prep video. Bye bye.